നാലാളുകൾ കൂടുന്നിടത്ത് നിന്ന് മാറി നിൽക്കുക. അപ്പോൾ ഒരു ഉദാഹരണം കല്യാണ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുക. ബസ്സിലൊക്കെ പോവാണ്, തൻ്റെ സ്റ്റോപ്പ് കഴിഞ്ഞ്. അപ്പോൾ തൻ്റെ സ്റ്റോപ്പ് കഴിയുമ്പോൾ അയ്യോ എൻ്റെ സ്റ്റോപ്പ് കഴിഞ്ഞ് എന്നെ ഇവിടെ ഇറക്കണേ അങ്ങനെയൊക്കെ പറയാൻ മടി. കാരണം ഇവിടെ ചുറ്റും ആളുകൾ ഇരിക്കില്ല. അവരുടെ മുമ്പിൽ നീച്ച് നിന്ന് തൻ്റെ ആവശ്യം പോലും പറയാനുള്ള ഒരു മടി, അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക. അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് ഒരു ഭയം, തുറന്ന് സംസാരിക്കാൻ ഒരു ഭയം, ഒരു മാറി നിൽക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില വീഡിയോസൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയാണ് പറ്റും. അതൊരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ്. പക്ഷെ ആങ്സൈറ്റി ഒരു പ്രശ്നക്കാരനല്ല. അത് തൻ്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡർ അതിന് അതിൻ്റെതായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഈ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ സിംറ്റംസിലുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഇൻട്രോവേർട്ട് ആണെന്ന് ഒരിക്കലും പറയരുത്. ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് അതുപോലെ തന്നെയുള്ളതാണ് എക്സ്ട്രോവേർട്ട്, അല്ലെ? അതായത് ഇൻട്രോവേർട്ടിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണ് എക്സ്ട്രോവേർട്ട്. അവരെങ്ങനെയാണ്? നന്നായിട്ട് സംസാരിക്കും. ഇൻട്രോവേർട്ട് എങ്ങനെയാണ്? നന്നായിട്ട് ലിസൺ ചെയ്യും. നല്ല എനർജി സേവ് ചെയ്യുന്ന ഒരു ടീം, ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ മാത്രമല്ല, നന്നായിട്ട് അവരുടെ ഡെയിലി ലൈഫ്, അവരുടെ കാര്യങ്ങൾ എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ അവരുടെ വർക്കും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകൾ തന്നെയാണ്. മറ്റുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സിന് മതി. പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ ഏതിനും ആങ്സൈറ്റി വരാം. അല്ലാതെ ഒരു ആങ്സൈറ്റിയിലെ ഒരു സിംറ്റംസ് എടുത്ത് കാണിച്ചിട്ട് അത് ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞത് തെറ്റായ മെസ്സേജാണ് സമൂഹം കൊടുക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വേറൊരു സംഗതി ഡിപ്രഷനാണ്. ഡിപ്രഷന്റെ സിംറ്റംസിന്റെ കൂടെയും ഈ ഇൻട്രോവേർട്ട് എന്നുള്ളൊരു സംഗതി വരുന്നുണ്ട്.